വിനു, പാകിസ്ഥാൻ കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്യുന്നത്. അതായത് ADBയിലും IMFയിലും എല്ലാം ഇടപെടുന്നു. വലിയ രീതിയിലുള്ള പദ്ധതികൾ പാകിസ്ഥാനെ പൂട്ടുന്ന രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വൻ നീക്കം, അതായത് ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനൊരു ശ്രമം, അതിനായി ലോകബാങ്കിനെ സമീപിക്കും. അപ്പോൾ ഇതിന് പുറമെ പാകിസ്ഥാനുള്ള ധനസഹായം നടത്തണമെന്ന് ലോകബാങ്കിനോടും IMFനോടും ആവശ്യപ്പെടാനും ഇന്ത്യ തീരുമാനിച്ചു. അതായത് ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇത് കടുത്തൊരു നടപടിയാണ് ഇത്. അതായത് ഭീകരവാദ പ്രവർത്തനത്തിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാനെ FATF അതായത് ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ തുടങ്ങിയത്. 2018 മുതൽ 2022 വരെ പാകിസ്ഥാൻ ഈ പട്ടികയിലായിരുന്നു. ഏജൻസിയുടെ അടുത്ത യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. പാരീസ് ആസ്ഥാനമായ ആഗോള സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ വിദേശ നിക്ഷേപത്തെയും രാജ്യാന്തര ഇടപാടുകളെല്ലാം ബാധിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദേശ നിക്ഷേപങ്ങളെല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് പോകും. അവിടെ പൈസയ്ക്കായി നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിനു പുറമെ പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തണമെന്ന് ലോകബാങ്കിനോടും IMFനോടും ആവശ്യപ്പെടാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് നയതന്ത്ര ബന്ധം കലുഷിതമായി തുടരുന്നതിനിടെ വാഗ അതിർത്തി താൽക്കാലികമായി തുറക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയപരിധി അവസാനിച്ചതിനെ തുടർന്ന് പാക് പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗ അതിർത്തി വ്യാഴാഴ്ച അടച്ചിരുന്നു. ഇതോടെ കുട്ടികളടക്കം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് പോകാനാകാതെ അതിർത്തിയിൽ കുടുങ്ങി, വാഗ അതിർത്തി അടച്ചതോടെ. അതോടൊപ്പം തന്നെ കുട്ടികളടക്കം 70ഓളം പാകിസ്ഥാൻ പൗരന്മാർ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പറഞ്ഞതാരാണെന്നറിയാം. പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് സ്ഥിരീകരിച്ച് ഈ അഭിപ്രായം പറഞ്ഞത്. അതിർത്തി കടക്കാൻ ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുകയാണെങ്കിൽ പാക് പൗരന്മാരെ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നു. അതിനിടെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യ പരിശീലനം നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് ഈ വാഗ അതിർത്തി അല്ലെങ്കിൽ അവിടെ ഈ പാക് അധീന കാശ്മീരൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ള മദ്രസകളൊക്കെ പൂട്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ട് ഈ കരയുദ്ധത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുക. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണത്തിനൊക്കെ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായി കേന്ദ്ര സർക്കാരിന് വിവരം ലഭിച്ചു. ഇത് പ്രകോപനപരമായി കണക്കാക്കിക്കൊണ്ടാണ് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. കാരണം പാകിസ്ഥാൻ്റെ വെള്ളം നിഷേധിച്ചു, മരുന്ന് നിഷേധിച്ചു, അവശ്യ വസ്തുക്കൾ നിഷേധിച്ചു. ഇനിയിപ്പോൾ ഈ ഗ്രേ പട്ടികയിൽ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു യുദ്ധം പോലും വേണ്ട, അവിടെ ഉള്ളവരെല്ലാം കൂടെ തമ്മിലടിച്ച് ആ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പാകിസ്ഥാൻ എത്തിച്ചേരും. അതിനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ നവാസ് ഷെരീഫിൻ്റെ മകളൊക്കെ വീരവാദം മുഴക്കി രംഗത്ത് വന്നിരുന്നു. അതായത് ഇവിടെ ബാബറി മസ്ജിദ് നിർമ്മിക്കും, പാകിസ്ഥാനായിരിക്കും അതിന് തറക്കല്ലിടുക എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ. പിന്നെ പ്രിയൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിമാരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? അതെ, ആണവ ഭീഷണിയാണ് അവിടുത്തെ മന്ത്രിമാരടക്കം. ബിലാവൽ ഭൂട്ടോ വരെ ഈ പറയുന്ന മുൻ വിദേശകാര്യ മന്ത്രിയാണ്. ആണവ പോർമുഖങ്ങളുണ്ട്, 130 ആണവ പോർമുഖങ്ങൾ ഇന്ത്യക്ക് നേരെ തൊടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യക്കെതിരെ നിരന്തരം അങ്ങേയറ്റത്തെ ശത്രുതയും അസഹിഷ്ണുതയും മാത്രം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ കടുത്ത നടപടികൾ വരുന്നത്. ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു ഉപരോധമെന്ന് തന്നെ പറയാൻ കഴിയും. ആ രീതിയിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ കയറ്റി അയക്കുന്ന മരുന്നുകളാണ് ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത്. അത് ഉക്രൈനൊക്കെ നമ്മളുടെ നിന്ന് വലിയ രീതിയിൽ മരുന്ന് വാങ്ങിക്കുന്ന രാജ്യമാണ്. അതുപോലെ പാകിസ്ഥാനിലേക്കും അവരുടെ ആഭ്യന്തര ആരോഗ്യ രംഗത്തേക്ക് കടന്നു ചെല്ലുന്ന മരുന്നിൽ ഏതാണ്ട് 30 മുതൽ 40% വരെ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അതിൽ വാക്സിനുകൾ, അവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ ഇതെല്ലാം ഉൾപ്പെടും. അത് ഇന്ത്യ വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതോടുകൂടി തന്നെ അതെല്ലാം ബ്ലോക്കായി. ഇപ്പോൾ പാകിസ്ഥാനിൽ കടുത്ത മരുന്ന് ക്ഷാമമാണുള്ളത്, മരുന്നുകളൊന്നും കിട്ടുന്നില്ല, അത്യാവശ്യത്തിനുള്ള മരുന്ന് പോലും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്രതിഷേധങ്ങൾക്കിടയാവും അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വെള്ളം കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്, സിന്ധു നദീജല കരാർ. അങ്ങനെ വരുമ്പോഴത്തേക്കും പാകിസ്ഥാൻ അതും വലിയ തകർച്ചയാണ്. അവരുടെ കാർഷിക മേഖല അപ്പാടെ തകരും. അവിടുത്തെ കർഷകർ ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ ഉള്ള സന്ദേശങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചാബ് മേഖലയിൽ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ്റെ പഞ്ചാബ് മേഖലയിൽ വലിയ തോതിലുള്ള കാർഷിക വൃത്തിയിലാണ് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്.
സിഖ് വംശജരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന കൃഷിയെ ആശ്രയിച്ചാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അവരുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ഇളക്കും. അങ്ങനെ സാമ്പത്തിക അടിത്തറയെ ഇളക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധത്തിലേക്കൊന്നും പോകാനായിട്ടുള്ള ശേഷി പോലും പാകിസ്ഥാൻ ഉണ്ടാവില്ല. അത് യുദ്ധം എന്ന് പറയാൻ പോയിട്ട് അവിടുത്തെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. POKയിലും അതുപോലെ തന്നെ, പാക് ഒക്കുപൈഡ് കാശ്മീരിൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അടക്കമുള്ള മേഖലയിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട്, അവർ പ്രതിഷേധിക്കുന്നുണ്ട്, അവർ വലിയ രീതിയിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ നോക്കിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ചൈനയ്ക്ക് അവിടെയുള്ള ആക്സസ് ഇല്ലാതാവും. ചൈനയ്ക്ക് അവിടെ വലിയ പ്രതിഷേധത്തിലേക്കോ പ്രൊട്ടസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ബലൂചിസ്ഥാൻ്റെ ധാതു നിക്ഷേപങ്ങളെ കൊള്ളയടിക്കാനുള്ള ചൈനയുടെ നടപടിയെല്ലാം സ്റ്റോപ്പാകും. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് അവിടുത്തെ നിയന്ത്രണം കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും. ബലൂചിസ്ഥാനിലെ തിരിച്ചടി തന്നെ അവർ ആക്രമിച്ചാൽ തന്നെ പാകിസ്ഥാന് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ, ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരണോ എന്നുള്ള കാര്യത്തിനകത്ത് വലിയ ആശങ്ക വരും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള സൈനിക ശേഷിയൊന്നും പാകിസ്ഥാനില്ല. അതോടുകൂടി തന്നെ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാകും. പാകിസ്ഥാൻ്റെ മുന്നോട്ട് പോക്ക് വലിയ ഭീഷണിയിലാകും. ഈ പറയുന്ന സിന്ധ് പ്രവിശ്യയിലുള്ള ജനകീയ വികാരം മൊത്തം ഇന്ത്യക്ക് അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ആ മേഖലയിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഇനി ഒരു പിളർപ്പിലേക്ക് പോയാൽ പാകിസ്ഥാൻ 4 കഷ്ടമാകും. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാകും, സിന്ധ് ഇന്ത്യയോടൊപ്പം പോരുകയോ സ്വതന്ത്രമായിട്ട് നിൽക്കുകയോ ചെയ്യും, POK ഇന്ത്യ പിടിച്ചെടുക്കും. പിന്നെ ഉണ്ടാകുന്നത് പഞ്ചാബ് പാകിസ്ഥാനും ബാക്കിയുള്ള മേഖലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാകിസ്ഥാൻ മേഖലയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമില്ല, അവരൊന്നുമില്ലാതായി തീരും. അല്ലെങ്കിൽ തന്നെ അഫ്ഗാനുമായിട്ട് നിരന്തരമുള്ള പ്രശ്നങ്ങളിലാണ്. ആ മേഖലയും ഒട്ടും സുരക്ഷിതമല്ല പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് രാജ്യം വിടുക എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും ഒരു ആണവായുധം പ്രയോഗിക്കാൻ പോയിട്ട് ശക്തമായിട്ടുള്ളൊരു മിസൈൽ ആക്രമണം പോലും പാകിസ്ഥാൻ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ള ശേഷിയൊന്നും പാകിസ്ഥാൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക അടിത്തറയെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതിന് വേറൊരു മാർഗം കൂടിയുണ്ട്, വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഫണ്ടിനെ ആശ്രയിച്ചാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് അവരെങ്ങനെ പ്രവർത്തിക്കും? അവർക്ക് ആയുധം എത്തണമെങ്കിൽ പണം വേണം, അവർക്ക് ഭക്ഷണം എത്തണമെങ്കിൽ പണം വേണം, അവർക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും പണം വേണം. കാരണം ലക്ഷക്കണക്കിന് രൂപ ഈ തീവ്രവാദികൾക്ക് കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ മുഴുവൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പറയുന്ന ബെൽറ്റ് ബോംബ് വെച്ചൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവരെ ഹയർ ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും ഈ പറയുന്ന ആയുധം കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള പണം പാകിസ്ഥാന് നഷ്ടമാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദം പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയൊരു പ്രതിരോധത്തിലാകുക പാകിസ്ഥാൻ, അത് സമ്മർദ്ദതന്ത്രമാണത്. മുൻപും നമ്മളിത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആസൂത്രിതമായിട്ട് കാര്യക്ഷമമായിട്ട് ശക്തമായിട്ട് നേർരേഖയിൽ നമ്മൾ തൊടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ പറയുന്ന നോട്ട് നിരോധനം തന്നെ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണിത്, ഒരു സുവർണാവസരം എന്ന് പറയാൻ കഴിയും. ആ രീതിയിൽ ഇന്ത്യ നീങ്ങുകയാണെങ്കിൽ ഇവർക്ക് പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഉണ്ടാകും, പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. എന്തായാലും വരും ദിവസങ്ങൾ അതിനുള്ളതാണ്. അതിൻ്റെ നീക്കങ്ങളിലാണ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.